മാലി സ്റ്റൈൽ മാങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മുടെ നല്ല മൺചട്ടി നല്ലോണം വൃത്തിയാക്കിയിട്ട് വെക്കാം. അതിനകത്ത് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് മാങ്ങ, പിന്നെ വേപ്പില, ഉപ്പ്, മല്ലി, മഞ്ഞൾ, മുളക് പൊടി, വെളിച്ചെണ്ണ, ഇത് തനിപ്പാൽ, ഇത് സെക്കൻഡ് പാൽ, പിന്നെ ഫസ്റ്റ് പാലുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ആദ്യം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞിട്ടേക്കണേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ അതിങ്ങനെ മൂപ്പിച്ചൊക്കെ വെക്കിട്ട് അതൊന്നും നമുക്ക് വേണ്ട. പച്ചന വയ്ക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. ഇഞ്ചി ഒരു കഷ്ണം കൂടി അരിയാനുണ്ടായി, അതും കൂടി അരിഞ്ഞിട്ടെ മൊത്തത്തിൽ കണ്ടില്ല. അതെ, ഇതിട്ടില്ലേ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് മാങ്ങയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. വിനാഗിരി ചേർത്ത് പുരട്ടി വെച്ചാണ് മാങ്ങയാണ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു. അടുത്തത് അധികം മല്ലിപ്പൊടി ചേർക്കേണ്ട, ഒരു കനപ്പുണ്ടാവും. ഒരു 2 ടേബിൾ സ്പൂൺ 2-2.5 ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടി കുറച്ചിട്ടാൽ മതി. മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി, ഞങ്ങൾ കാശ്മീരി ചില്ലി ഉപയോഗിക്കാറുള്ളൂ, മറ്റത് ഉപയോഗിക്കാറില്ല. കാശ്മീരി, പിന്നെ ഈ മാങ്ങയിൽ വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കണം. അങ്ങനെയാണ് ഈ മാങ്ങ ഉടയില്ല. കുറച്ച് നേരം അങ്ങനെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ മാങ്ങ നല്ല മുഴുവനായിട്ട് ഇങ്ങനെ തന്നെ കിട്ടും നമുക്ക്, ഫുൾ പീസായിട്ട്. അപ്പം ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ. പിന്നെ ഒരു 2 അല്ലി ഇത് ചേർക്കാം. വേപ്പില, കറിവേപ്പില, അത് ഇതിൻ്റെ തണ്ട് ഇങ്ങനെ ചേർത്തിടാം. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ. ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് വെളിച്ചെണ്ണയുടെ ബോട്ടിൽ. അപ്പം നമുക്ക് ഈ വെളിച്ചെണ്ണ കുറച്ച് ചേർക്കാം. ഇത് നല്ല കുറച്ച് തീർന്നു. മറ്റേതാണെങ്കിൽ വലിയ കുറേയും വീഴും. ഇത് നമുക്ക് ആവശ്യത്തിന് ചേർത്തത്. ഇപ്പം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയല്ല. ഇനി ഒരു ഇത്തിരി ഇതാണ് ചേർക്കണേ, തേട് പാല്, ഒരിത്തിരി. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടി തീരുമ്പോൾ നല്ലോണം അങ്ങനെ കുഴക്കണം. എനിക്ക് കൈ കൊണ്ട് ഞാനങ്ങനെ ഭയങ്കര എരിവായിരിക്കും, കൈയൊക്കെ പുകയുമായിരിക്കും. എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കൈ കൊണ്ട് നല്ലോണം റെഡി അങ്ങോട്ട് എടുക്കാം. അപ്പം അതേ എൻ്റെ മോള് പറയാന്ന് പറയുന്നത് നല്ല സ്മെല്ലാണ് അമ്മേന്. ഇത് ഞെടുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. നല്ലോണം കൂട്ടി തീരുമ്പോൾ എന്തോരം തിരുമാൻ പറ്റും അത്രയും നല്ലോണം തരും. ആ ഉള്ളിയുടെയും ആ പച്ചമുളകിൻ്റെ ഒക്കെ ഉള്ളിലുള്ളതൊക്കെ അത് പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് പേടിയാണ് ഈ കൈ